എന്താണ് എല്ലാ സ്ഥലത്തെയും വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. ഇപ്പൊ മഴയ്ക്ക് കുറച്ച് ആശ്വാസം ഉണ്ടല്ലേ. ഇവിടേക്കൊക്കെ കുറവാട്ടോ മഴ. ഇന്ന് കാര്യമായിട്ടൊന്നും പെയ്തില്ല. ഉച്ചക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് പെയ്തുള്ളൂ. വിശേഷം ഇതാ കാണില്ലേ, നോക്കിയേ മുടിയൊക്കെ പോരാണ്. മുടിക്ക് പോയപ്പോ വന്നല്ലേ, മുടി പ്രശ്നമല്ല, സൂക്കർ വേദന മാറി കിട്ടിയത്. മുടി പോയ കുഴപ്പമില്ല. കഴിഞ്ഞ കുറി ഈ കീമോ കഴിഞ്ഞിട്ട് ഇതേപോലെ മുടിയായിരുന്നു എല്ലായിടത്തും ഇട്ടു. ചോറിലും നിലത്തൂടെയൊക്കെ വന്നിട്ട് റിമ്മർ വെച്ചിട്ട് മൊത്തം കളഞ്ഞിട്ട് അങ്ങനെ കളഞ്ഞിട്ടായിരുന്നു. ഇപ്രാവശ്യം ഒരു കീമോ കഴിഞ്ഞപ്പോ തന്നെ മുടിയൊക്കെ പകുതി മുക്കാലും പോയി. ഇത് കട്ടാക്കണമൊന്നുമില്ല, ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ ഒരു കവറിൽ ഇങ്ങനെ റൂമിൽ തന്നെ കെട്ടി വെച്ചതാണ്. ഒരുമിച്ച് കൊണ്ടുവരാൻ കളയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മള് ചായയുടെയൊക്കെ 4 മണി ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ചൊരു വിശേഷമൊന്നുമില്ല. നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇതുവരെ നമുക്ക് വീഡിയോ ഇടാന് തിരക്കേന്നു. അപ്പൊ അതുകൊണ്ട് ഡെയിലി ഇട്ടുണ്ടായില്ല, ഒന്നരാളിട്ടുള്ളൂ. അന്ന് അസുഖം കൂടുതലായിരുന്നു. പിന്നെ ഒന്നല്ലെങ്കിൽ ഒന്ന് സ്ഥലത്തേക്ക് ഹോസ്പിറ്റലിൽ കൂടെ പോകണ പണിയുന്നു. ഒരു ഡോക്ടർ അല്ലെങ്കിൽ മറ്റു ഡോക്ടറെ എന്താണ് പെട്ടെന്ന് എവിടേക്കാ കൊണ്ടുപോകുക, എന്താ കാണിക്കേണ്ട നിശ്ചലാതെ കൊണ്ടുപോകണ പണിയുന്നു. ഇപ്പൊ പിന്നെ അസുഖത്തിൽ നിന്നൊക്കെ ആശ്വാസം ഉണ്ട്. പിന്നെ ചേച്ചിമാരൊക്കെ വേദന മാറും. പിന്നെ തിന്നാനും കുടിക്കാനൊക്കെ കുറച്ചൊക്കെ നമ്മളിപ്പം കൂടി തിന്നാൻ കഴിയുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നീച്ചിരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. മറ്റേത് ആ റൂമിൽ ഇങ്ങനെ അടച്ചിരിക്കല്ലേ, അവിടേക്ക് കൊടുക്കണ ചെറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ രക്ഷപ്പെട്ടു. ഇനി വെള്ളി തൊട്ട് ഓഫാവും. വെള്ളിട്ട് കുറച്ച് ദിവസം ഒരു ക്ഷീണം ഉണ്ടാവും. കീമോന്റെ ഒരാഴ്ച ക്ഷീണം ഉണ്ടാവും. കീമോന്റെ മരുന്ന് ബുക്ക് ചെയ്യണ്ടേ? അല്ലാത്തോണ്ട് നമുക്ക് ബുക്ക് ചെയ്ത് കിട്ടി, പുറത്ത് പോയിട്ട് കിട്ടിയിട്ട് വേണം. പെരുന്തൽമണ്ണയാണുള്ളത്. ഇവിടെ മരുന്നില്ലാത്തോണ്ടേ ചിലപ്പോ ഇനി നാളെ വിളിച്ചോണം. മരുന്ന് ഉണ്ടാവില്ല ഇവിടെ. തലേ ദിവസത്തേക്ക് നിൽക്കണ്ട, എന്തായാലും നാളെ വിളിച്ച് നമുക്ക് സാധനം കിട്ടണം. അല്ലെങ്കിൽ 7-ാം തീയതി ചെയ്യാൻ പറ്റൂല. പിന്നെ അത്ര എടുത്താകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പൊ തിരുവനന്തപുരത്തേക്കൊക്കെ ആണെങ്കിൽ 2 ദിവസം 3 ദിവസം മുന്നേ തന്നെ ഇങ്ങനെ ബേജാറ് തുടങ്ങും. അത്രയും ദൂരം പോകേണ്ടതും അത് അവിടുന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തേണ്ടതും അപ്പൊ തന്നെ ഒരു ഇതാവും. ഇതിപ്പോ അതൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ആർക്കെങ്കിലും പോവാം, ആരും ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അങ്ങനെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാം. അതൊക്കെ സുഖമാണ്. 3 ആള് 4 ആളായിട്ട് പല സംഭവങ്ങൾ നടക്കും. പിന്നെ പോരാൻ അപ്പൊ എന്താ അമ്മ എന്താ വേണമെന്ന് പറഞ്ഞ? അമ്മ വേണമെന്ന് പറഞ്ഞ? അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണെന്താ അറിയോ? ഇപ്പൊ ഇങ്ങനെ കുറച്ചൊക്കെ തിന്നാനൊക്കെ നാവിനൊക്കെ ഒരു ഇതൊക്കെ രുചിയൊക്കെ വന്ന് ഇപ്പൊ എന്തൊടുത്താലും തിന്നും അല്ലേ. ഇന്ന് അമ്മ അപ്പു ചോദിക്കാൻ പറയണ്ടേ എന്താന്നാലും തിന്നും അറിയുന്നുണ്ട്. അപ്പൊ ഇന്ന് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഞങ്ങൾ സന്ധിച്ചുള്ളന്ന് മരുന്നൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിരുന്നു. കർക്കിടകത്തിൽ ഉണ്ടാക്കണ മരുന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നതല്ല. ചിക്കൻ്റെ കൂടുതൽ നമ്മള് ഇടലില്ല. ചിക്കൻ വാങ്ങലും കുറവാണ്. ഇതിന്റെ ഇടയ്ക്ക് ചിക്കന് വില കയറി, ഇപ്പൊ നിർത്തി. ഇപ്പൊ ചിക്കന് വില കുറച്ചുകൂടി കുറഞ്ഞു. അപ്പൊ മീനിനൊക്കെ വില നല്ലോണം കയറി. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഉച്ചക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ കാരണം എന്താ ഈ വെറൈറ്റി ആയിട്ട് കുറേ മസാലകളൊന്നും ഇട്ട് അല്ലെങ്കിലും കൊടുക്കാൻ പാടില്ല. മസാലയൊക്കെ കുറച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് എന്താ ചിക്കൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പൊ ചിക്കൻ ഉണ്ടാക്കാൻ അതിന് പേരാണെങ്കിൽ നമുക്ക് പെപ്പർ ചിക്കൻ എന്ന് പറയാം. കാരണം കുരുമുളകാണ് അതിൽ ഇടുന്നത് കൂടുതൽ. പിന്നെ മഞ്ഞപ്പൊടി, അത്ര സാധനങ്ങളുള്ളൂ. വേറെ എരിവിന് മുളക് പൊടി ചേർക്കണില്ല, പച്ചമുളക് ചേർക്കണില്ല, ചിക്കൻ മസാല ഒന്നും ഇല്ലാത്തൊരു പരിപാടിയാണ്. അപ്പോൾ കൂടുതൽ വേണ്ടത് ഉണ്ടോ ഈ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയിൽ പിശുക്ക് വരാനേ പറ്റൂല, കുറച്ച് കൂടുതൽ വേണം കേട്ടോ, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറേ മുന്നേ. നമ്മളെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമ്മൾ പഴയ വീട്ടിൽ നിന്ന്, വാടക വീട്ടിൽ നിന്നും അല്ല കേട്ടോ, നമ്മൾ ചാനൽ തുടങ്ങിയ ആ ടൈമിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സംഭവങ്ങളും കൊടുത്താൽ മീനൊക്കെ ഓനങ്ങോട്ട് ക്ലിയർ ആക്കി തരും, കഴുകി വൃത്തിയാക്കിട്ടോ. ആ പണി വിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് നൈറ്റീൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നു കേട്ടോ. കുറച്ച് ഓണത്തിന് ഇപ്പോൾ കുറച്ച് ഇറക്കിയിട്ടുണ്ട് സ്റ്റോക്ക്.
അറിയാത്തവർക്കൊക്കെ നമ്മളെ ഒരു നാടൻ ഫാമിലി 20 ഷോർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ലെങ്ത്ത് വീഡിയോ അല്ല. അപ്പം എല്ലാവരും നെറ്റിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ, നമ്മളത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് പറയട്ടോ, മെസ്സേജ് ഇട്ടാൽ മതി. നമ്മളെ ഫോൺ നമ്പർ ഇന്ന് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ നെറ്റിൻ്റെ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ. പല മോഡലുണ്ട്. ഈ ഷിജിറ്റ മോഡൽ കുറേ കാലം ഇട്ടിട്ട് തുടങ്ങിയിട്ട് കളർ പോകണില്ല. ഇങ്ങനത്തെ മോഡലുണ്ട്. ഇതിൻ്റെ കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, പിന്നെ സാധാ നൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞില്ലേ നമ്മുടെ ട്രെൻഡിങ് ഫ്രോക്ക് നൈറ്റ് ഉണ്ട്. കൂടുതൽ നൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ വെറുപ്പിക്കില്ല കേട്ടോ. അതല്ല, ഈ 3 ഉള്ളൂ അടുത്ത്. പിന്നെ വലിയൊരു ബിസിനസ്സിലേക്ക് എത്തിയിട്ടില്ല. അതായത് സെറ്റ് ഇപ്പോൾ ഓണൊക്കെ വരുമ്പോൾ സെറ്റ് സാരി അങ്ങനത്തെയൊക്കെ അല്ലേ ട്രഡീഷണൽ ഡ്രസ്സ് പറയുമ്പോൾ സെറ്റ് സാരി, സെറ്റ് മുണ്ട് അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ കുട്ടികൾക്ക് ദാവണി സെറ്റൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഈ നൈറ്റി പറഞ്ഞാൽ ഫ്രോക്ക് നൈറ്റി, സാധാ നൈറ്റി, സൺഡേ മൺഡേ അത് മാത്രമേ കേട്ടോ നമ്മളെ കയ്യിൽ. പിന്നെ 60 സൈസിൽ ഇങ്ങനെ പറഞ്ഞാൽ കൊണ്ടിട്ടുണ്ട്. എന്നാലും എടുത്ത ആൾക്കാരെ നമ്മൾ നിർത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ ചെറിയ ഓർഡറൊക്കെ കിട്ടുന്നുണ്ട്, വലുതില്ല. ചെറുതൊക്കെ ഇങ്ങനെ കിട്ടി വരുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടിയും പറയാം, ഡ്രസ്സ് എടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. പിന്നെ ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു തരാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചേക്കാനൊരു ബിസിനസ് വേണം. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ എടുക്കുക. എന്നിട്ട് ഞാൻ അതിന് പകരം വേറെ അയച്ചു തരും. കംപ്ലൈൻറ്റ് വരലില്ല, ആരും പറഞ്ഞിട്ടില്ല കംപ്ലൈൻ്റ് ഒന്നും. 2 ആൾക്കാരൊക്കെ പറയണ്ടോ ഇങ്ങോട്ട് അയച്ചു തരാൻ പറഞ്ഞിട്ട് ഞാനവിടെ വേറെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഷിജി ഇന്നെ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ഇൻ്റെ ഒന്ന് എടുക്കണം. പക്ഷെ കളറുമില്ല. നല്ല സാധനങ്ങളെ കൊണ്ടുവരുള്ളൂ. പിന്നെ അവിടെ കിട്ടും ഇവിടെ കിട്ടും പല റേറ്റിനൊക്കെ അങ്ങനെ കമൻറ്റിൽ പറയും. നമ്മൾ അതിൻ്റെ റേറ്റും പറയുന്നുണ്ട്. കുറച്ച് ചാർജ് അടക്കമാണ് നമ്മൾ പറയുന്നത്. കുറച്ച് ചാർജ് സെപ്പറേറ്റ് നമ്മൾ വാങ്ങണില്ല. കുറഞ്ഞ മോഡൽ നല്ല മോഡലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പേജിലുണ്ട് ഒരു നാടൻ ഫാമിലി ഫാഷൻ ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ മുമ്പ് തുടങ്ങിയതാണ്. അതിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. സ്കൂൾ ഉണ്ടായിട്ട് എത്ര ദിവസമായി? 2 ദിവസം. 2 ദിവസം ഇന്നാളുണ്ടോ? ചെരുപ്പുണ്ടാവും. ഓരോ സ്ഥലത്തേക്ക് ന്യൂസ് കേൾക്കില്ലേ വെള്ളം കയറിയതൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പ്രശ്നമല്ല കേട്ടോ. കാരണം ഇവിടെ അങ്ങനത്തെ പ്രദേശങ്ങളല്ല, നമ്മളൊക്കെ സേഫാണ്. ഒരുപാട് ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ട്. നമുക്കറിയില്ലേ ഉലുവക്കഞ്ഞി, അവിയലും, കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞി എടുക്കുന്നുണ്ട്. ചിക്കൻ ഉണ്ടാക്കാനായിട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി നല്ലോണം എണ്ണയിൽ മൂപ്പിച്ചെടുത്തേട്ടോ. അപ്പോൾ അതിനെ ചോദിക്കുകയാണ്, ഇങ്ങനെ ചിക്കൻ വെക്കലുണ്ടോ? നമ്മളെപ്പോൾ എന്തുണ്ടാക്കുമ്പോഴും ചോദിക്കലുണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാക്കലുണ്ടോയെന്ന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ചതച്ചെടുക്കുന്ന സാധനങ്ങൾ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഞാൻ കുറച്ച് പറഞ്ഞാൽ വളരെ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ചെറിയ ഉള്ളി എടുത്തേക്കണം. അപ്പോൾ ചിക്കൻ പറഞ്ഞത് പാറൂന് എടുത്തേച്ചാന്നാ ചോദിക്കുന്നത്. പാറൂന് എടുത്തേച്ചില്ല, അത് എടുത്തേക്കണം. അതിലില്ലാത്ത കഷ്ണം നോക്കി 2 ദിവസത്തിന് നിങ്ങൾക്ക് മാറ്റിയേക്കല. അപ്പോൾ ഈ ഉള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ച് കുടിക്കട്ടെ കേട്ടോ. ഉള്ളി വാടിക്ക് നല്ല കറിവേപ്പിലയായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ഉള്ള കുരുമുളക് പൊടി കേട്ടോ. നല്ലോണം ഇതാക്കിയിട്ട് ചിക്കൻ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. കപ്പ് മുറിച്ച് നോക്കിയേ, ചെറിയ കുഞ്ഞു കഷ്ണാക്കിയിട്ട്. അതുകൊണ്ട് വേഗം ഉപ്പും എരിവും എല്ലാം പിടിച്ചോളൂ. വേവാൻ വേണ്ടിയിട്ടേ കുറച്ച് വെള്ളം പറഞ്ഞു പറ്റിച്ച്. അപ്പൂസിന് കുരുമുളക് വലിയ ഇഷ്ടമല്ല. പക്ഷെ അപ്പോൾ കുരുമുളകാണ് തിന്നേണ്ടത്. ഇത് അധികം ഇട്ടിട്ടില്ല. അമ്മമ്മയ്ക്ക് എരിവ് കൊടുത്തിട്ട് ഞാൻ അധികം ഇട്ടില്ല. ഇതുണ്ടോ, കാണുമ്പോൾ തന്നെ അറിയില്ലേ അതിൽ എരിവ് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല.
ഇനി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചിയില് ഇനിയിപ്പോൾ എന്താ ചെയ്യാറിയോ, ഇത് വെന്തിട്ട് എന്തായാലും ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് വലിയൊരു എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ എരിവ് വേണമെങ്കിൽ കുറച്ച് മാറ്റിയിട്ട് ഞങ്ങൾക്ക് വേണ്ട മുളക് ഇടും, അമ്മയ്ക്ക് ഇട്ട് മാറ്റിയിട്ട്. വണ്ടിയിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിക്കൊന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ മേലേക്കൊന്ന് കുടഞ്ഞു കൊടുക്കട്ടെ, ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. കുറേ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ആകെ കുളം രസം ഉണ്ടാവില്ലേ. എത്ര ഉള്ള പരിപാടി കേട്ടോ. ഞാൻ ഉപ്പിടാൻ മറന്നേ. ഉപ്പ് ഞാൻ നേരത്തെ ഉള്ളി ഒന്ന് വാടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പ് അതിൽ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ കണ്ടിട്ട് കുറച്ചിട്ട് തുറന്ന് നോക്കല്ലേ. നല്ലോണം അങ്ങോട്ട് വറ്റിച്ചെടുത്തിട്ടില്ല കേട്ടോ. ചോറിനൊരു കുറച്ച് നീര് വേണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം കേട്ടോ. അതിന് മുകളിൽ 2 കറിവേപ്പില നട കിടന്നോട്ടെ. അത് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നാലും ഞാൻ തീ ഓഫ് ആക്കാൻ പോവുകയാണേ. നട കിടന്നിട്ട് ആവി കിടക്കട്ടെ. അപ്പം ഇങ്ങനെ ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷം എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ.